ഇന്ന് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാൻ പോകുന്നത് എൻ്റെ മറ്റൊരു സുഹൃത്ത് പറഞ്ഞൊരു കഥയാണ്. നമുക്ക് കഥയിലേക്ക് കിടക്കാം. വെൽക്കം ടു മൈ ചാനൽ അദൃശ്യകരങ്ങൾ. ഇത് ഏകദേശം 90-ൽ നടക്കുന്നൊരു സംഭവമാണ്. ഈ അനുഭവം നേരിട്ട് യുവാവിൻ്റെ പേര് ഷാജു എന്നാണ്. അദ്ദേഹം ഇരിഞ്ഞാലക്കുട പള്ളി പെരുന്നാൾ കഴിഞ്ഞ് രാത്രി 12 മണിയോടുകൂടി വീട്ടിലേക്ക് തിരികെ വരികയായിരുന്നു. ആയതുകൊണ്ട് തന്നെ അന്ന് വഴിയരികിൽ സ്ട്രീറ്റ് ലൈറ്റുകളൊക്കെ കുറവായിരുന്നു. ഇന്നത്തെ കാലത്തെ പോലെ വളരെ അടുപ്പിച്ചുള്ള സ്ട്രീറ്റ് ലൈറ്റുകളൊന്നും അന്നുണ്ടായിരുന്നില്ല. പെരുന്നാൾ കഴിഞ്ഞ് ഇത്ര വൈകുമെന്ന് അദ്ദേഹം ഒരിക്കലും വിചാരിച്ചിരുന്നില്ല. രാത്രി നന്നേ വൈകിയതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് എത്തിച്ചേരാൻ അദ്ദേഹം തീരുമാനിച്ചു. പുല്ലൂരിൽ നിന്ന് ആനുരുളി വഴി ഏകദേശം 1/4 കിലോമീറ്ററോളം സ്വന്തം വീട്ടിലേക്ക് നടക്കണം. കൂടെ ഉണ്ടായിരുന്ന സുഹൃത്തുക്കളെല്ലാം മറ്റു സ്ഥലങ്ങളിലെ ആളുകളായതുകൊണ്ട് തന്നെ അദ്ദേഹം ഒറ്റയ്ക്കാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോയത്. രാത്രി ഇത്രയും ഇരുട്ടും എന്ന് ഒരിക്കലും വിചാരിക്കാത്ത ഷാജു അതുകൊണ്ട് തന്നെ കയ്യിൽ ടോർച്ചോ ഒന്നും കരുതിയിരുന്നില്ല. ഉള്ളിൻ്റെ ഉള്ളിൽ ഭയമുണ്ടായിരുന്നെങ്കിലും വീടെത്തുകയല്ലാതെ വേറെ മാർഗമൊന്നുമില്ലാത്തതുകൊണ്ട് അദ്ദേഹം ഇരുട്ടിലൂടെ വീട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചു. ആനൊരു വഴി പോകുന്ന സ്ഥലത്ത് ഒരു കിണറുണ്ട്. ആ കിണറിനടുത്ത് പല ആളുകൾക്കും പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്ന് ഷാജു കേട്ടിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും നേരിട്ട് ഇത്തരം അനുഭവങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഷാജു ഇതെല്ലാം വിശ്വസിച്ചിരുന്നില്ല. അതിനാൽ ഉള്ളിൽ ചെറിയൊരു ഭയമുണ്ടായിരുന്നെങ്കിൽ പോലും അത് വകവയ്ക്കാതെ ചെറിയൊരു മൂളിപ്പാട്ടും പാടി ഷാജു സ്വന്തം വീട്ടിലേക്ക് നടന്ന് എല്ലാവരും പ്രശ്നമുണ്ട് എന്ന് പറയുന്ന കിണറിനടുത്തെത്തിയപ്പോൾ ഒരു സ്ത്രീ അവിടെ നിന്ന് വെള്ളം കോരുന്നത് ഷാജുവിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഈ അർദ്ധരാത്രി ഏത് സ്ത്രീയാണ് വെള്ളം കോരുന്നത് എന്ന സംശയം ഷാജുവിൻ്റെ മനസ്സിലുണ്ടായിരുന്നെങ്കിലും ഷാജു അതൊന്നും വകവയ്ക്കാതെ നടന്നു. പെട്ടെന്നാണ് ഷാജുവിന് മനസ്സിലൊരു ചോദ്യം വരുന്നത്. ഈ സ്ത്രീയെ എവിടെയോ കണ്ടിട്ടുള്ള പോലൊരു തോന്നൽ. ഷാജുവിൻ്റെ മനസ്സിൽ ഒരുപാട് ചോദ്യങ്ങളുയർന്നു. ഇവിടെ അടുത്ത് ഒരിക്കൽ കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ട അതെ ആ സ്ത്രീ തന്നെ. ഷാജു വളരെ ഭയത്തോടുകൂടി തിരിഞ്ഞു നോക്കിയ ഷാജു മനസ്സിൽ വല്ലാത്തൊരു ഭയത്തോടുകൂടി അവിടെ സ്തംഭിച്ചു നിന്നു. ഷാജുവിന് തൻ്റെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല. ഇത്ര നേരം അവിടെ നിന്ന് വെള്ളം കോരിയിരുന്ന ആ സ്ത്രീയെ പെട്ടെന്ന് തന്നെ കാണാതായിരിക്കുന്നു. അവർ ഇത്ര വേഗം എവിടേക്ക് അപ്രത്യക്ഷമായി എന്ന് ഷാജുവിനെ മനസ്സിലാക്കാൻ സാധിച്ചിരുന്നില്ല. ഭയം കൊണ്ട് ഒരടി മുന്നോട്ട് പോകാൻ പോലും ഷാജുവിന് സാധിക്കുന്നില്ല. എങ്ങനെയൊക്കെയോ അലറിക്കൊണ്ട് സ്വന്തം വീട്ടിലേക്ക് ഷാജു ഓടി. കിട്ടുന്ന മനോധൈര്യത്തിൽ ഷാജു വീട്ടിലേക്ക് എത്തിച്ചേർന്നു. നടന്ന കാര്യങ്ങളെല്ലാം വീട്ടിൽ പറഞ്ഞു. ഈ സംഭവത്തിന് ശേഷം ഷാജു ഏകദേശം 3-4 ദിവസം മറ്റാരോടും സംസാരിക്കാതെ പനി പിടിച്ച നിലയിലായിരുന്നു. അദ്ദേഹത്തിന് സ്വബോധം തിരികെ കിട്ടിയതിന് ശേഷമാണ് ഇത്തരം കാര്യങ്ങളെല്ലാം മറ്റുള്ളവരോട് പങ്കുവച്ചത്. ഈ അനുഭവം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.